ടി ശ്രീനിവാസൻ സാർ എഴുതിയ നർമ്മം നയതന്ത്രത്തിൽ എന്ന പുസ്തകത്തിൽ ഇങ്ങനെയൊരു തമാശ കണ്ടു. ഐക്യരാഷ്ട്രസഭ ഒരിക്കൽ ലോകത്തെ ഭക്ഷ്യക്ഷാമത്തെപ്പറ്റി ഒരു സർവേ നടത്താൻ തീരുമാനിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഭക്ഷണക്ഷാമം പരിഹരിക്കാനുള്ള സത്യസന്ധമായ അഭിപ്രായം എന്താണ് എന്ന ചോദ്യം എല്ലാ ലോക നേതാക്കന്മാർക്കും അയച്ചു കൊടുത്തു. അതിനു കിട്ടിയ മറുപടി വിചിത്രമായിരുന്നു. ആഫ്രിക്കയിലുള്ളവർ ഭക്ഷണം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു. ചൈനയിൽ നിന്ന് കിട്ടിയ ഉത്തരം എന്താണ് സത്യസന്ധത എന്നായിരുന്നു. യൂറോപ്പിലുള്ളവർ എന്താണ് ക്ഷാമം എന്നാണ് ചോദിച്ചത്. റഷ്യയിലുള്ളവർക്ക് അഭിപ്രായം എന്നാൽ എന്ത് എന്ന് മനസ്സിലായില്ല. പശ്ചിമേഷ്യയിൽ നിന്ന് വന്ന ചോദ്യം പരിഹാരം എന്നാൽ എന്താണ് എന്നായിരുന്നു. ലോകത്തിലെ പല ഭാഗങ്ങൾ എന്നാൽ എന്താണ് എന്നായിരുന്നു അമേരിക്കയ്ക്ക് സംശയം. ആരും മറുപടി നൽകാത്തതിനാൽ ഒടുവിൽ സർവേ തന്നെ വേണ്ടെന്ന് വെച്ചു. കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ താൻ തന്നെ ഉത്തരം പറയേണ്ട ചോദ്യത്തിന് മറു ചോദ്യങ്ങൾ കൊണ്ട് കണ്ണട ചിരട്ടാക്കുകയാണ് പതിവ് പരിപാടി. 2026 കത്രികയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ചികിത്സാ പിഴവ് ഉണ്ടായത് ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്, അന്ന് പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അതിനർത്ഥം തൻ്റെ കാലത്തല്ല, ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്നപ്പോഴാണ് സംഭവം എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് മന്ത്രി. മാത്രമല്ല, ആദ്യ ഓപ്പറേഷൻ നടന്നത് UDF കാലത്താണോ എന്ന സംശയവും ഡോക്ടർമാർക്ക് ഉണ്ടത്രേ. ഏതു കാലത്താണ് കത്രിക വയറ്റിൽ നിക്ഷേപിച്ചത് എന്നതാണോ അതിനുള്ള പരിഹാരമാണോ പ്രധാനം? പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ സ്ത്രീ ഒരു UDF കാരിയാണെന്നും സർക്കാരിനെ കരിവാരി തേക്കാൻ കത്രിക വിഴുങ്ങിയതാണ് എന്നും കൂടി മന്ത്രി പറയാതിരുന്നാൽ മതിയായിരുന്നു. പ്രതിപക്ഷം ഇത്തരം സമരമുറകളും ആരോപണങ്ങളും ഉന്നയിക്കുന്നതൊക്കെ എന്തോ പുതിയ കാര്യം കണക്കെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ഇതൊക്കെ കേരളത്തിൽ ആദ്യമായാണല്ലോ നടക്കുന്നത്. അല്ല മന്ത്രി മാഡം, ശരിക്കും ഒരു സംശയമുണ്ട്. UDF ഭരണത്തിൽ സിസ്റ്റങ്ങൾ ഒന്നും ശരിയാകാത്തത് കൊണ്ടാണല്ലോ കഴിഞ്ഞ 10 വർഷമായി LDFനെ ജനങ്ങൾ അധികാരത്തിൽ ഏറ്റിയത്. അത് ശരിയാക്കാൻ പറ്റാത്തതിന് കണക്കും കയ്യും കലാശവുമായി ഒന്നും തൻ്റെ കുറ്റമല്ല എന്ന് പറയാൻ കാണിക്കുന്ന കൗശലം ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതുന്നത് പരിതാപകരമാണ്. എല്ലാം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് മന്ത്രി തന്നെ കണ്ടെത്തിയിട്ടുള്ള സ്ഥിതിക്ക് അത് ശരിയാക്കാനുള്ള പരിശ്രമവും മന്ത്രി കാണിക്കണം. കപ്പിത്താനെ വാഴ്ത്തുന്ന ആവേശത്തിൽ തന്നെ കത്രികയെ പൂഴ്ത്താൻ ശ്രമിക്കുന്നത് ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല. ബഹുമാനപ്പെട്ട മന്ത്രി അതെങ്കിലും ഒന്ന് തിരിച്ചറിയണം.